നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ തുടർച്ചയായി പറഞ്ഞു വരുന്ന വിഷു വർഷ ഫലത്തിലേക്ക് സ്വാഗതം. മകം വരെയുള്ള അതായത് അശ്വതി മുതൽ മകം വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ പറയുന്നത് പൂരം നക്ഷത്രക്കാരെക്കുറിച്ചാണ്. പൂരം നക്ഷത്രക്കാർക്ക് 2026 വിഷു വർഷം എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ വിഷു വർഷം പൂരം നക്ഷത്രക്കാർക്ക് സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ വരുന്ന ഒരു വർഷമാണ്. കർമ്മരംഗത്തും വ്യക്തി ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാകും. ശുക്രൻ അധിപനായി വരുന്ന ഈ നക്ഷത്രക്കാർക്ക് കലാപരമായ കാര്യങ്ങളിലും ആഡംബര ജീവിതത്തിലും പൊതുവെ താല്പര്യം കൂടുതലായിരിക്കും. 2026 നിങ്ങളുടെ ഈ ആഗ്രഹങ്ങൾ സഫലീകൃതമാകുന്ന ഒരു വിഷു വർഷം തന്നെയായിരിക്കും. കഴിഞ്ഞ കുറച്ചു കാലമായി അനുഭവിച്ചിരുന്ന ചില മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഈ വിഷു വർഷത്തിൽ വലിയ ശമനം ലഭിക്കുന്നതാണ്. അത് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല പ്രശ്നങ്ങളുമാണ്. അതിനെല്ലാം ഈ വിഷു വർഷത്തിൽ തീർച്ചയായിട്ടും ശമനം ലഭിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു വിഷു വർഷമാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് പ്രവൃത്തിയും വളരെ വിശ്വാസത്തോടു കൂടി ചെയ്യുവാനും അതിൽ നിന്ന് ഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ ഒക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. പുതിയ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കുന്ന ഒരു വിഷുവർഷം കൂടിയാണ്. പക്ഷേ നിങ്ങളുടെ അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ നിങ്ങളെ ചില അബദ്ധങ്ങളിൽ കൊണ്ടുവന്നെത്തിച്ചേക്കും എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഔദ്യോഗിക രംഗത്ത് വലിയ അംഗീകാരങ്ങൾ തേടിയെത്തുന്ന ഒരു സമയമാണിത്. നിങ്ങളുടെ തൊഴിലും വരുമാനവും മെച്ചപ്പെട്ട രംഗത്തേക്ക്, മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോകും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന കാലഘട്ടമാണ്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും വിദേശത്ത് അവസരങ്ങൾ തേടുന്നവർക്കും ഈ 2026 രണ്ടാം പകുതി അതീവ ഗുണകരമാണ്. ഈ രണ്ടാം പകുതി എന്ന് പറയുന്നത് ജൂൺ മാസത്തിന് ശേഷം വ്യാഴത്തിൻ്റെ മാറ്റം നിങ്ങൾക്ക് നല്ല സാധ്യതകളുടെ ഒരു വർഷമാണ്. സാമ്പത്തികപരമായി പുതിയ അവസരങ്ങൾ ഈ ജൂൺ മാസത്തിന് ശേഷം പൂരം നക്ഷത്രക്കാർക്ക് ലഭിക്കും. വരുമാനത്തിൽ വർധനവുണ്ടാകുമെങ്കിലും ചിലവുകൾ നിങ്ങൾ നിയന്ത്രിച്ച് തന്നെ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായ ചില തടസ്സങ്ങൾ ഉണ്ടാകും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, കയ്യിലിരിക്കുന്ന പണം എവിടെന്നെങ്കിലും വരാനുള്ളൊരു പണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അമിതമായി ചെലവഴിക്കരുത്. വരാനുള്ള പണം അല്പം വൈകിയോ കുറച്ച് നീണ്ടു പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പണം വരും, സാമ്പത്തികപരമായി നിങ്ങൾ ഉന്നതിയിലേക്ക് പോകും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. തീർച്ചയായും നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാവും. പക്ഷേ ചെലവിടുന്നതിൽ, അതായത് അനാവശ്യമായി നിങ്ങൾ ചെലവിടാതിരിക്കുവാനായിട്ട് ശ്രമിക്കുക. ആഡംബര വസ്തുക്കൾക്കായിട്ട് വലിയ തുകകൾ ചെലവഴിക്കാൻ സാധ്യതയുള്ള ഒരു വിഷുവർഷം കൂടിയാണിത്. അങ്ങനെ സംഭവിക്കുമ്പോഴും നിങ്ങളിത് ചിന്തിച്ചിട്ട് മാത്രം ചെയ്യുക. മുൻപ് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന്, നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ്. വിവാഹപ്രായക്കാരായ പൂരം നക്ഷത്രക്കാർക്ക് ഈ വർഷം അനുകൂലമായ ആലോചനകൾ വരുന്ന ഒരു വിഷു വർഷമാണ്. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, മിക്കവാറുമുള്ളവർക്ക് വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി വിവാഹം ഉറപ്പിക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾ വീട്ടുകാരുമായി പിണങ്ങി ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കാതെ അവരെ അനുനയപ്പെടുത്തി വേണം ഈ കാര്യത്തിന് വേണ്ടി ഇറങ്ങേണ്ടത്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിന് വീട്ടുകാരുടെ സമ്മതം ഉണ്ടാക്കുവാൻ കൂടുതൽ സാധ്യതയുണ്ട്. അനുകൂല സമയമാണ്. വിവാഹവും തന്മൂലം നടക്കും. അതേസമയം നിങ്ങൾ ഒരു സംഘർഷം, പ്രശ്നം, ഭീഷണി അങ്ങനെയുള്ളതൊന്നും ഉണ്ടാക്കരുത്. നയപരമായി മാത്രമേ ഈ കാര്യം കൈകാര്യം ചെയ്യാവൂ. കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. പങ്കാളിയുമായി ഉണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങൾ മാറി ഗൃഹാന്തരീക്ഷത്തിൽ സന്തോഷവും സമാധാനവും ഐക്യവുമൊക്കെ വർദ്ധിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ നിങ്ങൾ അല്പം ശ്രദ്ധിക്കണം. ഇതിനു മുൻപുള്ള നക്ഷത്രത്തിൻ്റെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും പ്രായമായ മാതാപിതാക്കളാണെങ്കിൽ അവരുടെ കാര്യത്തിൽ, ആരോഗ്യ കാര്യത്തിൽ നിങ്ങൾ ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വന്തമായി വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു വർഷമാണ് ഈ വിഷുവർഷം. ജൂൺ മാസത്തിന് ശേഷം നിങ്ങൾക്കതിന് സാധിക്കും. അതിനുള്ള അറ്റംപ്റ്റുകൾ, ശ്രമങ്ങൾ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കൊള്ളുക. ജൂൺ മാസത്തിന് ശേഷം തറക്കല്ലിടാനോ പണി പൂർത്തിയാക്കുവാനോ ഒക്കെ സാധിക്കും. അത്
തറക്കല്ലിടാനോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജൂൺ മാസത്തിന് ശേഷം ഇപ്പോഴേ ഒരു വീട് പണിയുന്നതിന് വേണ്ടി ശ്രമിച്ചാൽ ജൂൺ മാസത്തിന് ശേഷം തറക്കല്ലിടുവാൻ സാധിക്കും. അതുപോലെ മുടങ്ങി കിടന്നതോ അല്ലെങ്കിൽ മന്ദഗതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന വീട് പണിയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് സ്വാഭാവികമായിട്ടും മന്ദഗതിയിലേക്കേ പോകുക, അല്ലെങ്കിൽ നിർത്തിയിട്ടേക്കേണ്ട ഒരു അവസ്ഥ വരും. പക്ഷേ അതും ഈ ജൂൺ മാസത്തിനു ശേഷം വ്യാഴത്തിൻ്റെ സ്ഥാനചലനം നിങ്ങൾക്ക് അനുകൂലമായി വരുമ്പോൾ അതിൻ്റെ പണി പൂർത്തിയാക്കുവാനോ വീട്ടിലേക്ക് കയറി താമസിക്കുവാനോ ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനായി പണം ചിലവഴിക്കുകയും അവയൊക്കെ സ്വന്തമാക്കുവാനും അതിൽ ആഹ്ലാദവും സന്തോഷവും നേടുവാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒരു പുതിയ വാഹനം വാങ്ങുവാൻ നിങ്ങൾ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ ഈ വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം ജൂണിന് ശേഷം മാത്രം ചെയ്യുക, അത് യാഥാർത്ഥ്യമാകും. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് തീർച്ചയായിട്ടും നടക്കും. ഭാഗ്യം കൊണ്ടുവരുന്ന നിറം, അതായത് വാഹനത്തിന് ഭാഗ്യം കൊണ്ടുവരുന്ന നിറം വെള്ളയോ അല്ലെങ്കിൽ ക്രീമോ നിറത്തിലുള്ള വാഹനങ്ങളാണ്. വാഹനം പുതുതായി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള നിറമുള്ള വാഹനം വാങ്ങുവാനായി ശ്രമിക്കുക. അത് നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഭാഗ്യങ്ങൾ കൊണ്ടുവരാൻ വളരെ സാധ്യത കൂടുതലാണ്. വിദ്യാഭ്യാസപരമായ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു വിഷു വർഷമാണിത്. കലാപരമായ വിഷയങ്ങൾ, ആർട്സ്, ഫാഷൻ, മീഡിയ തുടങ്ങിയവയിലെല്ലാം പഠനം നടത്തുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ, നല്ല രീതിയിൽ നിങ്ങൾക്കത് പഠിച്ച് ആ കോഴ്സ് പൂർത്തിയാക്കുവാനും നല്ല ഉന്നതമായ വിജയങ്ങൾ നേടുവാനും ഒക്കെ സാധിക്കും. മാത്രമല്ല നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ശേഷം ഇത്തരത്തിലുള്ള കോഴ്സുകൾ, ആർട്സ്, ഫാഷൻ, മീഡിയ തുടങ്ങിയ വിഷയങ്ങൾ പഠിച്ച് വിജയത്തോടു കൂടി ഇറങ്ങുന്നവർക്ക് നല്ല പ്ലേസ്മെൻറ്റുകളും ലഭിക്കുവാൻ വളരെ സാധ്യത കൂടുതലാണ്. അനുകൂലമായ സാധ്യതകൾ ഒരുപാടുള്ള അവസരങ്ങൾ ഒരുപാട് തേടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ വിഷുവർഷം. ഉന്നത പഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകളുടെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. ഒന്ന് ശ്രമിച്ചു നോക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വപ്നം മനസ്സിലുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. പൂരം നക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനാണ്. അതിനാൽ തന്നെ കലാപരമായ അഭിരുചിയും ആസ്വാദനക്ഷമതയുമൊക്കെ നിങ്ങൾക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ കലാപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണം ലഭിക്കുന്ന ഒരു വിഷു വർഷങ്ങൾ കൂടിയാണ്. കുറച്ച് കാലങ്ങളായി നിങ്ങളുടെ പ്രൊഫഷനിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ മാറി ഒരു പുതിയ ഉണർവ് ലഭിക്കുകയും അതിനൊപ്പം നിങ്ങൾക്ക് കൂടുതൽ നന്നായി പ്രവർത്തിക്കുവാൻ കഴിയുകയും കൂടാതെ നല്ല പുതിയ അവസരങ്ങളൊക്കെ ഈ വർഷം ലഭിക്കുകയും ചെയ്യും. ജോലി സ്ഥലത്ത്, അത് നിങ്ങളുടെ കർമ്മ മേഖല എവിടെയാണെങ്കിലും ശരി തന്നെ, അവിടെ നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും. അതായത് ചുറ്റുമുള്ളവർ നിങ്ങളിലേക്ക് കേന്ദ്രീകരിക്കും, നിങ്ങളെ ഉറ്റുനോക്കുന്ന ഒരു സംഭവമായിരിക്കും. നിങ്ങൾ ആ തൊഴിലിടത്തെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായി മാറും. എല്ലാവരും നിങ്ങളെ നിരീക്ഷിക്കുന്ന, നിങ്ങളെ കണ്ടു പഠിക്കാൻ തയ്യാറാകുന്ന ഒരു കാലഘട്ടമാണ്. മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ശമ്പളത്തോടു കൂടിയ മറ്റൊരു ജോലിക്കോ പുതിയൊരു പ്ലേസ്മെൻറ്റിനോ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്കോ മാറി ജോലി ചെയ്യുവാനോ ഒക്കെയുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. ബിസിനസ്സുകാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഒരു സുവർണ കാലമാണ് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ആശയം കൃത്യമായി നടപ്പിലാക്കിയാൽ അത് ഈ ജൂൺ മാസത്തിന് ശേഷം നല്ല ഒരു സാമ്പത്തിക വളർച്ച നിങ്ങൾക്ക് നേടാൻ കഴിയും. നിങ്ങളുടെ ഐഡിയ തീർച്ചയായിട്ടും പ്രാവർത്തികമാക്കി വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ആഹാര പദാർത്ഥങ്ങൾ, കലയുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ്. ഒന്നിലധികം വഴികളിലൂടെ പണം കൈവരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. കാരണം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി മണ്ഡലത്തിലേക്ക് ഒന്നിലധികം വഴികളിൽ നിന്ന്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നൊക്കെ നിങ്ങൾക്ക് ഈ വിഷു വർഷത്തിൽ അവസരങ്ങളും അതിലൂടെ തന്നെ പണവും ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഭാഗ്യപരീക്ഷണങ്ങളിൽ നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. ഭാഗ്യം നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു വർഷം കൂടിയാണ്. സാമ്പത്തിക ബാധ്യതകളിൽ വിഷമിച്ചു കൊണ്ടിരുന്നവർക്ക് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളിലൊക്കെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ടിയിരുന്നവർക്ക് ആശ്വാസകരമായ ഒരു വർഷമാണിത്. സാമ്പത്തികമായി നേട്ടം നിങ്ങളുടെ കർമ്മ മേഖലകളിൽ നിന്നും അപ്രതീക്ഷിത വഴികളിൽ നിന്നും അപ്രതീക്ഷിത സമയത്തു നിന്നുമൊക്കെ ലഭിക്കും. കൃത്യമായ പ്ലാനിങ്ങിലൂടെ വേണം നിങ്ങൾ ഈ ധനം ചെലവഴിക്കാൻ. അനാവശ്യമായി ദൂർത്തടിച്ച് കളയരുത്. നിങ്ങൾക്ക് ഇപ്പോഴുള്ള അല്ലെങ്കിൽ മുൻകാലങ്ങളിലുള്ള കടങ്ങൾ വീട്ടുവാൻ ഈ വരുന്ന പണത്തിൻ്റെ വലിയൊരു അളവെടുത്ത് നിങ്ങൾ ചെയ്യണം. ആ കടം വീട്ടൽ നിങ്ങൾ നടത്തണം. അല്ലാതെ നിങ്ങൾ പുതിയ ലോണുകളോ അല്ലെങ്കിൽ കടബാധ്യതകളോ വരുത്തി വയ്ക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് ഈ വർഷം വെറുതെ പണം
കടം വാങ്ങേണ്ട യാതൊരുവിധ അവസ്ഥയും കാണുന്നില്ല. നിങ്ങൾ ക്ഷമയോടുകൂടി നിങ്ങളുടെ മേഖലയിൽ ഉറച്ചു നിന്ന് ദൃഢനിശ്ചയത്തോടെ ആത്മവിശ്വാസത്തോടെ നിങ്ങളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ അത് വിജയകരമായി പൂർത്തിയാക്കുവാനും മറ്റൊരിടത്തു നിന്ന് നിങ്ങൾ കടത്തിന് വേണ്ടി സാമ്പത്തികമായി വായ്പ എടുക്കാനായിട്ട് നടക്കാതെ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന് കിട്ടുന്ന പണം തന്നെ നിങ്ങളുടെ ജീവിതം പുതിയൊരു വഴിത്തിരിവിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് പൂരനക്ഷത്രക്കാരുടെ കാര്യത്തിൽ പറയുന്നത് അവർക്ക് സ്വതവേ ആഡംബരങ്ങൾക്കായി ഒരുപാട് പൈസ ചെലവഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് നിങ്ങളൊന്ന് നിയന്ത്രിക്കണം എന്നാണ് പ്രത്യേകിച്ച് പറയുന്നത്. അതുപോലെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന വിവാഹാലോചനകൾ പെട്ടെന്ന് നടക്കാൻ സാധ്യതയുണ്ട്. അതായത് നേരത്തെ ആലോചിച്ചിട്ട് ഒരു തീരുമാനമാകാതെ കിടന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ ഒരു വിവാഹം ആലോചിക്കുന്നു, അതാണെങ്കിൽ പോലും ശരി തന്നെ, നിങ്ങൾക്ക് വിവാഹം വളരെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തി സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ തീരുമാനങ്ങൾ വൈകാതെ വളരെ പെട്ടെന്ന് തീരുമാനിക്കപ്പെടുകയും ഉടൻ തന്നെ വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സമയമാണ്. പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ നിങ്ങൾ കാണിക്കുന്ന വിവേകം, അത് നിങ്ങൾ വിവേകപൂർവ്വം തന്നെ നിങ്ങളുടെ പങ്കാളിയെ തിരഞ്ഞെടുക്കണം. അത് നിങ്ങൾക്ക് ഭാവിയിൽ വളരെ ഗുണം ചെയ്യുവാനും സാധ്യതയുണ്ട്. അതുപോലെ പുതിയ വീട് വാങ്ങാനോ പണിയാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം തടസ്സങ്ങളൊക്കെ നീങ്ങും. ഫ്ലാറ്റോ ഭൂമിയോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ലാഭകരമായ ഇടപാടുകൾ നടത്താൻ കഴിയും. അതായത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു വിലയ്ക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വസ്തുവോ ഫ്ലാറ്റോ ഒക്കെ വാങ്ങുവാൻ സാധിക്കുകയും കൂടി ചെയ്യും. നിങ്ങളുടെ വിൽക്കാൻ ഇട്ടിരുന്ന വസ്തുവകകൾ നല്ല വിലയ്ക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വിറ്റുപോകുവാനും സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ്. ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളും പരിഹാരങ്ങളുമൊക്കെ പറയാം. സാമ്പത്തിക കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നത് ഈ വർഷം നിങ്ങളെ വലിയ അപകടത്തിൽ, അതായത് കെണിയിൽ കൊണ്ടുവന്ന് വീഴ്ത്തും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ കയ്യിലുള്ള പണം ആർക്കെങ്കിലും കടമായി ചോദിച്ചാൽ കൊടുക്കാൻ സാധിക്കുന്ന തുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുക. കാരണം അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാം. ഒരാൾ നമ്മളോട് ഒരു സഹായം ചോദിക്കുമ്പോൾ സഹായിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ കൈവശമില്ല, നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് കടം വാങ്ങി കൊടുക്കുകയോ ജാമ്യം നിന്നൊരു ലോൺ വാങ്ങി കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളെ അപകടത്തിലാക്കും. അത് നിങ്ങൾ ഒഴിവാക്കുക. സ്വന്തം കഴിവുകളെപ്പറ്റി മറ്റുള്ളവരുമായി അമിതമായി സംസാരിക്കരുത്. അത് ചെയ്ത് കാണിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു കൃത്യം അത് എത്രത്തോളം മികവോടുകൂടി പൂർത്തീകരിക്കാൻ കഴിയും എന്നത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ തവണ പറയാം. പക്ഷേ അത് അമിതമായി പൊലിപ്പിച്ച് പറയരുത്. അത് നിങ്ങൾക്ക് ശത്രുക്കളെ ഉണ്ടാക്കുവാനായിട്ട് കാരണമാകും. ചെയ്ത് കാണിക്കുക. നമ്മൾ ഏറ്റെടുക്കുന്ന കർമ്മങ്ങൾ ഭംഗിയായി വിജയകരമായി പൂർത്തിയാക്കി കാണിക്കുക. അതാണ് വേണ്ടത്. പിന്നെ ഒരു കാര്യം, രാത്രി കാലങ്ങളിൽ പരമാവധി യാത്രകൾ കുറയ്ക്കുക. ആ സമയത്തുള്ള യാത്ര അത് അത്യാവശ്യമാണെങ്കിൽ മാത്രമേ യാത്ര ചെയ്യാവൂ. അനാവശ്യമായിട്ട് യാത്ര ചെയ്യരുത്. വാഹനം ഓടിക്കുമ്പോഴും കുറച്ച് ശ്രദ്ധ വേണം. നിങ്ങളുടെ വാഹനവുമായി ബന്ധപ്പെട്ട ഡ്രൈവിംഗ് ലൈസൻസ്, വാഹനത്തിൻ്റെ പേപ്പറുകളെല്ലാം കൃത്യമായി സൂക്ഷിക്കണം. ഭാഗ്യവർദ്ധനവിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ കൂടി പറയാം. മഹാലക്ഷ്മിയെ ഭജിക്കുന്നത് ഈ വിഷുവർഷത്തിൽ പൂരനക്ഷത്രക്കാർക്ക് വളരെ നേട്ടങ്ങൾ കൊണ്ടുവരും. നിങ്ങൾക്ക് സൗഭാഗ്യം വർദ്ധിപ്പിക്കുവാനായിട്ട് അത് വലിയ ഒരു കാര്യമാണ്. വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി അഷ്ടോത്തരം ജപിക്കുന്നത് സാമ്പത്തികപരമായി എന്തെങ്കിലും തടസ്സങ്ങൾ അനുഭവപ്പെട്ടാൽ അത് മാറാൻ സഹായിക്കും. അത് നിങ്ങൾക്ക് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. കാരണം ജൂൺ മാസത്തിന് ശേഷം നിങ്ങൾക്ക് നല്ല ഒരു സാമ്പത്തികം കയ്യിൽ വരും. ഇപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായി കുറച്ച് ബുദ്ധിമുട്ടിലും ആയിരിക്കും. പക്ഷേ ഇപ്പോൾ തന്നെ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ജൂൺ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ലക്ഷ്മി അഷ്ടോത്തരം ജപിക്കുന്നതിൻ്റെ പുണ്യം ഫലം നിങ്ങൾക്ക് വലിയ രീതിയിൽ അനുഭവപ്പെടും. സാമ്പത്തികപരമായുള്ള എല്ലാ തടസ്സങ്ങളും മാറി വലിയ സമ്പത്തിൻ്റെ അധിപനാകാൻ കഴിയും. ശുക്രൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സുഗന്ധമുള്ള പൂക്കളോ പെർഫ്യൂമുകളോ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മാനസികപരമായ ഒരു ഉന്മേഷം നൽകും. പക്ഷേ അത് വളരെ ആഡംബരത്തിന് വേണ്ടിയും വളരെ കോസ്റ്റ്ലി ആയിട്ടൊന്നും നിങ്ങൾ പണം ചെലവിട്ട് ചെയ്യേണ്ട കാര്യമില്ല. പാവപ്പെട്ട സ്ത്രീകൾക്ക് മംഗല്യ വസ്തുക്കളോ വസ്ത്രങ്ങളോ നൽകുന്നത് ദോഷഫലങ്ങൾ നിങ്ങൾക്ക് കുറയ്ക്കും. അതായത് ദോഷകരമായ കാര്യങ്ങൾ കുറയ്ക്കാനായിട്ട് ഉത്തമമാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ വീടിനടുത്ത് ആരെങ്കിലുമൊക്കെ അതുപോലുള്ള പാവപ്പെട്ട ആൾക്കാരുണ്ട്, അവർക്ക് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക. കഴിഞ്ഞ കാലത്തെ കഷ്ടപ്പാടുകൾക്ക് നല്ല പ്രതിഫലം, അതെല്ലാം മാറി നല്ല പ്രതിഫലം ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ 2026 വിഷു വർഷത്തോടുകൂടി പൂരനക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. ആത്മവിശ്വാസത്തോടെയും ഈശ്വര ചിന്തയോടുകൂടിയും മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലെ മികച്ച വർഷങ്ങളിൽ ഒന്നായിരിക്കും എന്നുള്ളതിന് യാതൊരുവിധ സംശയങ്ങളുമില്ല.
ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും അശ്രദ്ധ കാണിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ണുകൾക്കോ ഉദര സംബന്ധമായ അസുഖങ്ങൾക്കോ ഒക്കെ സാധ്യതയുള്ള സമയമാണ്. പിന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ പ്രേരണയ്ക്ക് വഴങ്ങാൻ പോകരുത്. അത് നഷ്ടം വരുത്തുന്ന ഒരു സംഗതിയാണ്. ആരെങ്കിലും പറയുന്നത് കേട്ട് എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കരുത്. അതായത് ഒരു ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങാം എന്ന് വിചാരിച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റുകളോ ഇടപാടുകളോ ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ സ്വന്തം ബുദ്ധിക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. അത് നന്നായി ആലോചിച്ചതിന് ശേഷം നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉപയോഗിച്ച് വേണം ആ കാര്യത്തെ വിശകലനം ചെയ്ത് നിങ്ങൾ തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ. അതുപോലെ വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി ദേവിയെയോ ഭഗവതിയെയോ ഭജിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങി പോകുമ്പോൾ വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നത് നിങ്ങളുടെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുവാൻ കൂടി സഹായിക്കും. ദാനം നൽകുന്ന കൂട്ടത്തിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ ദാനം ചെയ്യുന്നതും നിങ്ങൾക്ക് ഭാഗ്യവർദ്ധനവ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പൊതുവെ പൂരം നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഒരു വർഷമാണിത്. തൊഴിലിലും വരുമാനത്തിലും വർധനയുണ്ടാവും, സാമ്പത്തിക നേട്ടമുണ്ടാവും, വിവാഹം നടക്കും, കുടുംബത്തിൽ സന്തോഷകരമായ മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കും, വീട്, ഭൂമി, വാഹനം തുടങ്ങിയവ സ്വന്തമാക്കാൻ കഴിയും. വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ്. നല്ല പ്ലേസ്മെൻറ്റുകൾ കിട്ടും. വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. കടബാധ്യതകൾ നിങ്ങൾക്ക് തീർക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകും. തൊഴിലിലും ബിസിനസ്സിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ബിസിനസ്സുകാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല കാലമാണ്. തൊഴിൽ രംഗത്ത് അല്ലെങ്കിൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റവും മികച്ച ശമ്പളത്തോടുകൂടി വലിയ ജോലിയോ ഒക്കെ ലഭിക്കുവാനായിട്ട് സാധിക്കുന്ന സമയമാണ്. പ്രണയ വിവാഹങ്ങൾ സാധ്യമാകുന്ന ഒരു സമയമാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഈ പൂരം നക്ഷത്രക്കാർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു വിഷു വർഷമാണ് ഇത്. ഈശ്വര ചിന്തയോടുകൂടി നല്ല നിർമ്മലമായ മനസ്സോടും പ്രവൃത്തിയോടും കൂടി തന്നെ മുന്നോട്ട് പോകണം. ആരെയും ദ്രോഹിക്കുന്ന ഒരു കാര്യവും നിങ്ങൾ നിർബന്ധമായും ചെയ്യരുത്. വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരുടെ കണ്ണീര് വീഴുന്ന ഒന്നും സ്വന്തമാക്കാൻ ശ്രമിക്കരുത്. അനർഹമായ ആരുടെയും ഒന്നും തട്ടിയെടുക്കാതിരിക്കുക. നിർമ്മലമായ മനസ്സോടുകൂടി സാത്വികമായ ചിന്തകളോടുകൂടി തന്നെ മുന്നോട്ട് പോകണം. കഴിയുന്നതും മറ്റുള്ളവരെ നമുക്ക് സാധിക്കുന്ന വിധത്തിൽ സഹായിക്കണം. സഹായിക്കുന്നത് അത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾക്ക് മനസ്സിന് വിഷമം തോന്നാത്ത വിധത്തിലുള്ള സഹായമായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മോട് സഹായം അഭ്യർത്ഥിക്കുന്ന ഒരാളിനെ ഒരിക്കലും നമ്മൾ കൈവിടരുത്. ദാനം നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. അങ്ങനെ ചെയ്യേണ്ട ഒരു വർഷമാണ് നിർബന്ധമായിട്ടും. പാവപ്പെട്ടവർക്ക്, അശരണരായവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുക. അത് ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കുകയോ ഒരു കവിൾ വെള്ളം കൊടുക്കുകയോ പോലും ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ആരെയും ദ്രോഹിക്കാതിരിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം പറയുന്നു. ദാനം ചെയ്യുമ്പോൾ, ആഹാരം ദാനം ചെയ്യുമ്പോൾ, അന്നദാനം ചെയ്യുമ്പോൾ അത് മനുഷ്യർക്ക് മാത്രമായി നിങ്ങൾ നിർത്തിക്കളയരുത്. പാവപ്പെട്ട നമ്മുടെ സഹജീവികൾക്ക്, അത് നായായാലും നരിയായാലും എന്തായാലും ശരി തന്നെ, പക്ഷികൾക്കായാലും കാക്കയ്ക്കായാലും എന്തിനായാലും ശരി തന്നെ ഒരു പിടി ചോറ് കൊടുക്കുക. അത് ഭയങ്കര പുണ്യമാണ്. വിശക്കുന്ന ഒരു ജീവിക്ക് അന്നം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന അനേകം വലിയ പുണ്യപ്രവൃത്തികളേക്കാൾ, വലിയ വലിയ വഴിപാടുകളും പൂജകളും ചെയ്യുന്നതിനേക്കാൾ ഭയങ്കരമായ ഭാഗ്യം കൊണ്ടുവരുന്ന, പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ് എന്ന് ഓർമ്മിക്കുക. തെരുവ് നായ്ക്കളെ ഉപദ്രവിക്കാതിരിക്കുക. കഴിയുമെങ്കിൽ അതിനെ ഒരെണ്ണത്തിനെങ്കിലും തെരുവിൽ നിന്നെടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തി ഒരു ജീവിതം കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് സാധ്യമാകുന്നവർ അത് ചെയ്യുക. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മിണ്ടാപ്രാണികളെയും ദ്രോഹിക്കാതിരിക്കുക. നമുക്ക് വളർത്താൻ മടിയായി നമ്മൾ അതിനെ രോഗാവസ്ഥയിലോ പ്രായമാകുമ്പോഴോ കൊണ്ട് തെരുവിൽ ഉപേക്ഷിക്കരുത്. അത് കിടന്ന് നരകയാതന അനുഭവിക്കുന്നതിൻ്റെ പാപം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ പരമ്പരകൾക്ക് വരെ വലിയ ദോഷമായിട്ട് മാറും. നിങ്ങളുടെ സർവ്വവും നഷ്ടപ്പെട്ടു പോകും. നിങ്ങൾ കണ്ണീരോടുകൂടി നിശബ്ദം അതിനൊക്കെ സാക്ഷ്യം വഹിക്കേണ്ടി വരും. അതുകൊണ്ട് അത്തരം ക്രൂര പ്രവർത്തികളൊന്നും ചെയ്യാതിരിക്കുക. കാലഭൈരവനെ, കാലദോഷങ്ങൾ മാറാൻ കാലഭൈരവനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും കാലഭൈരവ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതും വഴിപാട് നടത്തുന്നതുമൊക്കെ നിങ്ങൾക്ക് വളരെ ഗുണകരമാണ്. ഈ കാലദോഷങ്ങളിൽ പെട്ട് നിങ്ങൾ ഉഴലാതിരിക്കുവാൻ അത് നിങ്ങളെ സഹായിക്കും. കാലഭൈരവൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളെ ഒരു കവചം പോലെ സംരക്ഷിക്കും. കാലഭൈരവൻ്റെ സന്തത സഹചാരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നായ എന്ന് പറയുന്നത്. അതിനെ ദ്രോഹിക്കാതെ, ഉപദ്രവിക്കാതെ, തല്ലിക്കൊല്ലാതെ, വിഷം കൊടുത്ത് കൊല്ലാതെയൊക്കെ ഇരിക്കുകയും അതിന് പറ്റുന്ന പോലെ ആഹാരമോ വെള്ളമോ ഒക്കെ കൊടുക്കുന്നതും ഒക്കെ നല്ലതാണ്. കാക്കയ്ക്ക് ചോറ്, ഒരു പിടി ചോറ് നമ്മൾ കഴിക്കുമ്പോൾ ഒരു പിടി ചോറ് അതിന് കൊടുക്കുന്നത് നല്ലതാണ്. അത് ശനിദോഷം ഒഴിവാക്കുവാൻ നിങ്ങളെ സഹായിക്കും.
അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ദ്രോഹപരമായ കാര്യങ്ങളൊന്നും ചെയ്യാതെ നല്ല മനസ്സോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പൂരം നക്ഷത്രക്കാർക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ ദുരനുഭവങ്ങളും മാറി വളരെ നല്ല സമ്പത്തും ഐശ്വര്യവും യശസ്സും സാമ്പത്തിക നേട്ടവും സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന ഒരു വിഷു വർഷമായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നിങ്ങൾക്ക് എല്ലാവിധ ഭാഗ്യങ്ങളും സന്തോഷവും ഒക്കെ അനുഗ്രഹങ്ങളും സമ്പത്തുമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.